PR എങ്ങനെ ഒരു സിസ്റ്റത്തെ കറപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഈ വീക്കെൻഡ് എപ്പിസോഡ് കൂടി എനിക്ക് മനസ്സിലായി. ബിഗ് ബോസിൻ്റെ ബാക്കിയുള്ള പിന്നറയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ശ്രൈണതയുള്ള ആണുങ്ങൾക്കെതിരാണോ? നെവിൻ ഇതിൽ കൂടുതൽ അടി കിട്ടാൻ വേറെയില്ല. പണപ്പെട്ടി അടക്കം നിഷേധിച്ചിരിക്കുകയാണ്. അസുഖം വേറെ, ഗെയിം പ്ലാൻ വേറെ. ഗെയിമിൻ്റെ അകത്ത് ഷാനവാസ് ഭയങ്കര ഡേർട്ടിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി പരാജയമായിരുന്നു, അതുള്ള കാര്യം തന്നെ. പക്ഷേ ഇവർ ക്യാപ്റ്റന്മാരായിട്ട് ബാക്കിയുള്ളവരുടെ സഹകരണം വേണ്ടേ? അതെവിടെ പോയി? ഹായ് ഹലോ, എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദിലേക്കൊരു പണപ്പെട്ടി എന്ന പുതിയ പദ്ധതിയുമായിട്ട് ബിഗ് ബോസ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇന്ന് മനസ്സിലായി PR എങ്ങനെ ഒരു സിസ്റ്റത്തെ കറപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഈ വീക്കെൻഡ് എപ്പിസോഡ് കൂടി എനിക്ക് മനസ്സിലായി. അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ കമൻറ്റ് വെച്ചിട്ടാണ് ബിഗ് ബോസ് വിലയിരുത്തി ലാലേട്ടനിലൂടെ അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് പറയുന്നത്. പക്ഷേ ഈ പൊതുജനങ്ങൾ എന്ന് പറയുന്നത് PR ആണെങ്കിലോ ഇവർ ബൾക്കായിട്ട് കമൻസ് അടിച്ച് കയറ്റി ഇതാണ് പൊതുജന വികാരമെന്ന് അടിച്ചേൽപ്പിച്ച് ലാലേട്ടൻ പറയുന്നത് പോലെ ഉണ്ടായി ഈ കഴിഞ്ഞ 2 ദിവസത്തെ ചർച്ചകൾ. ഷാനവാസ് തിരിച്ചു വന്നിട്ടുണ്ട്. നെവിൻ്റെ കാര്യം ഇനി ഗെയിം ആക്കി മാറ്റാൻ ഷാനവാസ് പരമാവധി ശ്രമിക്കും. അന്ന് ഷാനവാസിൻ്റെ മേത്തേക്ക് അത് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് നെഞ്ചുവേന വന്നത് എന്നും അങ്ങനെ ഒരു ഫൗൾ പ്ലേ നടത്താനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് ഷാനവാസിനോടുള്ള ഡ്യൂ റെസ്പെക്റ്റ് വെച്ചിട്ട് തന്നെയാണ്. അസുഖം വേറെ, ഗെയിം പ്ലാൻ വേറെ. ഗെയിമിൻ്റെ അകത്ത് ഷാനവാസ് ഭയങ്കര ഡേർട്ടിയാണ്, മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളാണ്. ആദില നൂറേനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അക്ബറുടെ അടുത്തേക്ക് അയക്കുന്ന ആളാണ്. ഇതേ സ്ട്രാറ്റജി തന്നെ നെവിനിലേക്കും യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുള്ള കച്ച കെട്ടി ഇറങ്ങിയിട്ട് തന്നെയാണ് ഷാനവാസ് വന്നതെന്ന് ഈ വീക്കെൻഡ് എപ്പിസോഡ് കൂടെ മനസ്സിലായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി പരാജയമായിരുന്നു, അതുള്ള കാര്യം തന്നെ. പക്ഷേ ഇവർ ക്യാപ്റ്റന്മാരായിട്ട് ബാക്കിയുള്ളവരുടെ സഹകരണം വേണ്ടേ? അതെവിടെ പോയി? അത് അവർക്ക് കിട്ടിയിട്ടേയില്ല. ഇവർ എവിടെയൊക്കെ താറടിച്ച് കാണിക്കാമോ അവിടെയൊക്കെ താറടിച്ച് നോക്കാനാണ് നമ്മുടെ ആദില നൂറ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, ബാക്കി എല്ലാവരും ശ്രമിച്ചത്. എന്തിനേറെ പറയുന്നു, അക്ബറിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു, പറയേണ്ട രീതിയിലല്ല നൂറേനോട് പറഞ്ഞ് ജോലി ചെയ്യാനെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിലടക്കം വ്യക്തമാണ്, എപ്പിസോഡിലടക്കം കാണിച്ചൊരു കാര്യമാണ്. അതെന്തുകൊണ്ട് ലാലേട്ടൻ ഇന്ന് കാണിച്ചില്ല? സോ ഫുൾ ജഡ്ജ്മെൻ്റലായി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ ബിഗ് ബോസിൻ്റെ ആൾക്കാർ ശ്രൈണതയുള്ള ആണുങ്ങൾക്കെതിരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഷാനവാസ് ആയിക്കോട്ടെ, ആദില നൂറ ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, ഈ നെവിനെ കുറിച്ച് പറയാത്തതൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള വൾഗാരിറ്റിയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അവിടെ ചർച്ചയാക്കി ഇവരുടെ തൊലി ഉരിക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. സോ അതാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം. ബിഗ് ബോസിൻ്റെ ബാക്കിയുള്ള പിന്നറയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ശ്രൈണതയുള്ള ആണുങ്ങൾക്കെതിരാണോ? നെവിൻ ഇതിൽ കൂടുതൽ അടി കിട്ടാൻ വേറെയില്ല. പണപ്പെട്ടി അടക്കം നിഷേധിച്ചിരിക്കുകയാണ്. എന്ത് തോന്നിയവാസമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം ഇത് കൃത്യമാണ്. ആദിലയ്ക്ക് വേണ്ടിയുള്ള പണപ്പെട്ടി അത് ബിഗ് ബോസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എനിക്കിതിൻ്റെ അകത്ത് പറയാനുള്ളത്, പണപ്പെട്ടി ടാസ്ക് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തമിഴ് ബിഗ് ബോസിൽ ചെയ്തതുപോലെ ഒരു ടാസ്ക് ആക്കി വെക്കുക. ഓടിപ്പോയി പണപ്പെട്ടി എടുക്കുക, അകത്തേക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ അവർ പുറത്ത് എന്നുള്ള രീതിയിൽ അതുപോലെയെങ്കിലും ചെയ്യുക. അല്പമെങ്കിലും നെവിനൊരു കണ്ടസ്റ്റൻ്റായി നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെവിൻ്റെ ഗ്രാഫ് ഇതുകൊണ്ട് ഉണരണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം പുള്ളിക്കാരൻ ചെയ്യേണ്ട അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഈ പറയുന്ന വലിയ വലിയ തെറ്റുകളൊന്നും നെവിൻ ചെയ്തിട്ടില്ല. ഈ ഷാനവാസും ആദില നൂറ അനുമോൾ ചെയ്ത അത്രയും വലിയ തെറ്റുകൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജെൻഡറിനെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് ലാലേട്ടൻ വലിയ കാര്യമില്ലാതെ അങ്ങ് മാറ്റി വിടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? ആദില നൂറേനെ ലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്നുള്ള രീതിയിൽ വലിയ വീരവാദം ഇറക്കിയല്ലോ. എവിടെ പോയി നെവിന് വേണ്ടിയുള്ള സപ്പോർട്ട് എന്നാണ് എനിക്ക് ബിഗ് ബോസ് ടീമിനോട് ചോദിക്കാനുള്ളത്. പിന്നെ അനുമോൾക്ക് ബിഗ് ബോസ് വീട്ടിലുള്ള ഹോൾഡിനെ കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. ലാലേട്ടൻ അവിടുത്തെ വെസൽ പോയി നോക്കൂ, നിങ്ങളല്ലേ ഡ്യൂട്ടിയിൽ ഉണ്ടാവേണ്ട ആള് എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നേരെ ബാക്കി എല്ലാ പാത്രമൊക്കെ എടുത്ത് പോയിട്ട് ചോറ് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ബർ അവിടെ കിച്ചൺ ടീമിലുള്ള ആളാണ്. അന്ന് അവരുടെ എൻഡ്യൂറൻസ് ടാസ്ക് ഉണ്ടായിരുന്നു, ഉല്ലാസയാത്ര. എല്ലാവരും ചോറെടുത്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങിയപ്പോൾ ഒരു നേരമായി. അക്ബർ ആ ചോറെടുത്ത് വെക്കാൻ വൈകി. അത് ഇന്നുകൊണ്ട് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് വലിയ വീരവാദം മുഴക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെ വെളുപ്പിക്കാൻ പറ്റും? വെസൽ ക്ലീൻ ചെയ്യാത്തതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? അതിനെക്കുറിച്ച് ലാലേട്ടൻ എന്താ ഒരു കമ എന്നൊരു അക്ഷരം മിണ്ടാതിരുന്നത്? പിന്നെ ഒരു വിചിത്രമായ കാര്യം ഞാൻ കണ്ടത്, ക്യാപ്റ്റൻസിനെ കുറിച്ചുള്ള കുറ്റമാണ് 2 ദിവസവും സംസാരിച്ചത് എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവരോട് ചെയ്ത ക്രൂരതകളൊന്നും കാണിച്ചിട്ടില്ല. ക്യാപ്റ്റന്മാരെ മനഃപൂർവ്വം താറടിക്കാൻ ശ്രമിക്കുക, അവർ പണിയെടുക്കാതിരിക്കുക, പറയേണ്ടതുപോലെ പറഞ്ഞില്ല എന്ന് പറയുക. പക്ഷേ ഇതിനൊക്കെ തെളിവുകളുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത്. അതെന്തുകൊണ്ട് കാണിച്ചില്ല?
ഇത് ശരിക്കും പറഞ്ഞാൽ വൺ സൈഡ് അല്ലേ? അതോ PR മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങളാണോ ലാലേട്ടൻ ഇവിടെ വന്ന് വിളമ്പിയത്? ഞാൻ ഈ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടത് നിങ്ങൾ കൂടിയാണ്. നിങ്ങളാണ് ഓരോരുത്തർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത്. ആരാണ് ശരിയെന്ന് നിങ്ങൾ തന്നെ നിർണ്ണയിക്കണം. PR-ന് വിട്ടുകൊടുക്കാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ തന്നെ ലൈവ് കാണുക, എപ്പിസോഡ് കാണുക, എന്നിട്ട് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട്, അല്ലാതെ ഒരു മാനിപ്പുലേറ്റീവ് വീഡിയോ, ഈവൻ എൻ്റെ പോലും റിവ്യൂ എടുക്കണ്ട, നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് എന്നാണോ അതിനനുസരിച്ച് നിങ്ങൾ വോട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആര്യൻ്റെ എവിക്ഷനെ കുറിച്ചാണ്. അത് അൺഫെയർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് അവിടെ ആദില അന്ന് എവിക്ഷൻ ഉണ്ടായിരുന്നില്ല, ഷാനവാസ് അന്ന് എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. അവരുടെ ഗ്രൂപ്പ് പ്ലേ പ്രകാരം ആര്യൻ ഇന്ന് പോകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ആര്യൻ അവിടെ ഒരു ഡബിൾ പ്ലേ കളിച്ചു. അവിടെ പോയി വെളുപ്പിക്കാനും ശ്രമിച്ചു, ഇവിടെ വന്നിട്ട് ഇവരുടെ കൂടെ നിൽക്കാനും ശ്രമിച്ചു. അത് നമ്മുടെ നെവിൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ജയിൽ നോമിനേഷൻ്റെ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ മേ ബി അതുകൊണ്ടായിരിക്കാം ആര്യൻ ഇവിടെ പോകാനുള്ള റീസൺ. ഒരു സ്റ്റാൻഡ് ഇല്ലാതായി നിന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച. അവരുടെ കൂടെ നിൽക്കുക, ഇവരുടെ കൂടെ നിൽക്കുക, ഞാൻ നല്ല പിള്ള ചമയുന്നത് പോലെ. പക്ഷേ ജനങ്ങൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്ന് ആര്യൻ കരുതിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ നല്ലൊരു കൊമേഡിയൻ ആയിരുന്നു, നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു ആര്യൻ. അക്ബറിന് നന്നായി സങ്കടം വരും. കാര്യം അക്ബറിനെ ഒറ്റപ്പെടുത്താതെ, നല്ലൊരു ഹ്യൂമൻ ബീൻ ആണ് അദ്ദേഹം, അക്ബറിനെ ഒറ്റപ്പെടുത്താതെ കൊണ്ടുപോയത് നമ്മുടെ ആര്യനാണ്. സോ അക്ബറിന് നല്ല രീതിയിൽ സങ്കടമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ ലാലേട്ടൻ ഇന്ന് ഉറപ്പ് വരുത്തേണ്ടതായിരുന്നു. നമ്മുടെ ആര്യനെ കുറിച്ച് പറഞ്ഞ ആദില, നൂറ, അനുമോൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ വയറ് നോക്കി എന്തോ കാണിച്ചു എന്നുള്ള ആ കാര്യം, അത് ശരിക്കും പറഞ്ഞ വീഡിയോയിൽ എവിടെയും വന്നിട്ടില്ല. ഇനി അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലൈവ് കണ്ട ഒരാളാണ്, നമ്മുടെ എപ്പിസോഡ് കണ്ട ഒരാളാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു എന്നല്ലാതെ വേറൊരു വീഡിയോയും വന്നിട്ടില്ല. സോ അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3.5 കോടി ജനങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിലേക്ക്, അതായത് 24 വയസ്സുള്ള ഒരു പയ്യനെ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും കൂടെ ക്ലിയർ വരുത്തിയിട്ട് വേണമായിരുന്നു നമ്മുടെ ആര്യനെ അവിടെ നിന്ന് ഇറക്കി വിടാനെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. സോ ഇത്രയൊക്കെയുള്ള വീഡിയോ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഓരോ ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു. ഇത് ഞാൻ ജെനുവിൻലി ചെയ്യുന്ന റിവ്യൂ ആണ്. പലരും PR എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങളെ പറയൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്. സാബുമാൻ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെയാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ സേഫായിട്ട് കളിക്കുന്നവരെ വോട്ട് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പുള്ളിക്കാരന് തൻ്റേതായ ഒപ്പീനിയനില്ല. വേറെ ആരെങ്കിലും പറഞ്ഞത് വെച്ചിട്ട് അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പറയുന്നു എന്നാണ് പുള്ളിക്കാരന് പറയാൻ ഇപ്പോഴും ഉള്ളത്. അതായത് 2 ആഴ്ചയും കൂടെ ഉള്ള ഗെയിം. ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചു നിർത്തുന്നതിനേക്കാളും ഭേദം ഈ ബിഗ് ബോസ് ഷോ ഇല്ലാതിരിക്കുന്നതാണ്. ഇവരെന്തുകൊണ്ടാണ് ഇപ്പോഴും പിടിച്ച് നിർത്തിയേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ അതും കൂടെ നിങ്ങൾ നോക്കി കാണുമെന്ന് കരുതുന്നു. ബൈ ബൈ.